ഇതാ ഗൈസ് രണ്ടെണ്ണം കൂടി ഒപ്പം വരുന്നു. ഓക്കെ, ഒരു ബുള്ളറ്റ് കൊണ്ട് രണ്ടും തീരുമില്ല. ഗ്രാനീനെ കൂടി വെടി വെച്ചിട്ടുണ്ട്. ആ മോനെ നീ എവിടെ ഇരുന്ന് നിന്നാ പിടിച്ചോ, അതാ വരുന്നുണ്ട് തള്ള. മോളെ എവിടെ ഇരുന്ന് നിന്നാ പിടിച്ചോ, ഒരു സർപ്രൈസ് കിട്ടാ. അങ്ങനെ നമ്മൾ ട്രെയിൻ പോവാണ്. ഗ്രാനയുടെ ട്രെയിൻ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോവാണ്. അങ്ങനെ നമ്മൾ ട്രെയിൻ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാരും ഇതാ അണ്ടി വേണ്ണാന്റെ പോലെ നോക്കിയിരിക്കുന്നുണ്ട്. ഹേ ഗൈസ്, അപ്പം നമ്മൾ കളിക്കാൻ പോകുന്നത് ഗ്രാനി 3 ആണ്. അത് നമ്മളിതിൽ എസ്കേപ്പ് ഒന്നും തീരുമാനിച്ചിട്ടില്ല. നമ്മൾ കിട്ടണത് വെച്ച് എസ്കേപ്പ് ആവും. എല്ലാം സെറ്റാണ്. നമുക്ക് നേരെ ഗെയിമിലോട്ട് കടക്കാം. ഗൈസ് ഡേ 1 ആണ് ഗൈസ്. ഞാൻ മാക്സിമം ഡേ 1 തന്നെ ജയിപ്പിക്കാൻ നോക്കും. അതിന് കൂടുതലൊന്നും നീണ്ടു പോവില്ല ഗൈസ്. ഓക്കെ, നമ്മൾ എണിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു കേജിന്റെ ഉള്ളില്. കേജല്ല, വലിയൊരു ജയില് പോലെയാണ്. നമുക്ക് ആ ലോക്ക് പിക്ക് എടുത്തിട്ട് ഈ ഒരു ജയില് തുറന്നിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് പോവാം. ഓക്കെ, നമുക്ക് ഇതിനുള്ളിൽ നിന്ന് എങ്ങനെയാലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഇത് എന്താണ് ഗൈസ്, ഇത് ഭയങ്കര ഷോക്കാണല്ലോ ഇത് തുറന്നു വരുന്നത്. അപ്പോൾ ഇത് തുറന്നു വരുന്നതായിട്ട് നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. റോഡ് ടു 50 ആണ് നമ്മളെ ഫാമിലി. ഓക്കെ, പിന്നെ എല്ലാവരും മാക്സിമം ലൈക്കും കൂടി അടിച്ചേക്ക് ഈ വീഡിയോക്ക്. ഒരു 30 ലൈക്സ് ആണ് ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് തന്നെ അടിയിലോട്ട് പോവാം. എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കിയിട്ട് ഗ്രാനിനെ അങ്ങോട്ടേക്ക് വരുത്തിയിട്ട് നമുക്ക് മേലോട്ട് പോവാം. ഇതിൽ ഗ്രാനി മാത്രമല്ല, ഗ്രാൻഡ് പേ ഉണ്ട്, പിന്നെ ഗ്രാനിയുടെ മോളാന്നൊക്കറിയില്ല, കൊച്ചുമോൾ അങ്ങനെ ഉണ്ടാണ്, സ്ലൻഡ്രീന ഉണ്ട്. കോക്കനട്ട് കിട്ടി, നമുക്ക് തേങ്ങ കിട്ടിയിട്ടുണ്ട്. ഇതിനുള്ളിൽ എന്തോ ഉണ്ട് എന്നാണ് പറയണത്. ഇൻസൈഡ് സംതിങ്, ഇൻസൈഡ് കോക്കനട്ട്. നമുക്കിത് പുറത്ത് പോയിട്ട് മറ്റേ സംഭവം ഉണ്ടല്ലോ, എന്താണ് അതിൻ്റെ പേരിക്കറിയില്ല, അതിൽ വെച്ചിട്ട് ഇത് പൊളിച്ചു വെക്കേണ്ടി വരും. ഓക്കെ, ഇവിടെ ഗ്രാണി വന്നാന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും സൗണ്ടൊക്കെ കേട്ടാൽ ഗ്രാണി മാത്രം അടിയിലോട്ട് വരുള്ളൂ. കാരണം ഗ്രാൻഡ് പാക്ക് ചെവി കേൾക്കില്ല, ചെങ്ങായിൻ്റെ ചെവി അടിച്ചു പോയിരിക്കണ്. ഇവിടെ ഇപ്പൊ ഗ്രാണി വരുന്നുണ്ടോന്ന് എനിക്കറിയില്ല. പുറത്തേക്ക് ഇറങ്ങാൻ ചെറിയൊരു പേടിയുണ്ട്. ആ ഒരു ടിക്കറ്റ് കൊടുക്കുന്ന മെഷീൻ ഉണ്ടല്ലോ, അത് കിടന്ന് അലാറം അടിക്കണോണ്ട് എന്തായാലും ഗ്രാണി ഇങ്ങോട്ടേക്ക് വരും. ഗൈസ്, ഗ്രാണി അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. നമുക്ക് ഈ നേരം കൊണ്ട് ഇവിടുന്ന് എണിച്ചോടാം, അല്ലെങ്കിൽ പിന്നാലെ ഗ്രാണി ഇപ്പൊ വരും ICU എന്നും പറഞ്ഞിട്ട്. അയ്യോ, പണി പാലും വെള്ളത്തിൽ കിട്ടി ഗൈസ്. ഇവിടെ ഗ്രാണി ഇട്ട് പോയ ഗണിയമ്മ നമ്മൾ കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ ആ പന്നി കിളവനെ നോക്കി പോയതാണ് പേടിച്ചിട്ട്. ചെങ്ങായിക്ക് ചെവി കേൾക്കാത്തോണ്ട് ഭാഗ്യമുണ്ട്. ആ ഗണി കുടുങ്ങിയ സൗണ്ട് കേട്ടില്ല, അല്ലെങ്കിൽ ഇപ്പൊ തിരിഞ്ഞടിച്ചിരുന്നു. കയ്യില് മറ്റേ ഷോർട്ട് ഗണ്ണാണ് ഗൈസ്, M187 തോന്നണേ. ഹെഡ് ഷൂട്ട് ഉണ്ട് അടിക്കും. ചെങ്ങായി ഇപ്പൊ എവിടെയൊക്കെ പോയേ, ധൈര്യമില്ല ഇങ്ങോട്ടേക്ക് പോവാന്. രണ്ടും കൽപ്പിച്ച് പോവന്നെ. ഇതിനുള്ളിൽ എന്തെങ്കിലും ഉണ്ടാണാവോ? ഉണ്ടുണ്ട് അതിൻ്റെ ഉള്ളില്. നമുക്ക് ഈ ഒരു മാഷിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാന്ന് നോക്കി വെക്കാം. അവന്മാർ ഇതിലൊന്നും കൊണ്ടാക്കണില്ല ഗൈസ്. നമുക്ക് കിച്ചണിൽ പോയേക്കാം. ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഇതിന്റെ മൊത്തം ഈ ഒരു ഇതൊക്കെ ഒന്ന് തുറന്നു നോക്കട്ടെ, എന്തെങ്കിലുമൊക്കെ കിട്ടിയാലാ. ഓക്കെ, നമുക്ക് വെപ്പൺ കീ കിട്ടി. ഇനി കളി മാറി മക്കളെ, ടൈമായി മക്കളെ. ഇനിയിപ്പോൾ ഗ്രാനിനും ഗ്രാൻഡ് പേനും ഉറക്കാനുള്ള ടൈമായിട്ടുണ്ട്. എവിടെ രണ്ടെണ്ണോ? ആദ്യം പോയി വെപ്പൺ എടുക്കട്ടെ, അല്ലെങ്കിൽ അവർ രണ്ടാളും ഇന്നെ ഉറക്കും. ഓക്കെ, നമുക്ക് ഈ എലവേറ്റർ കയറിയിട്ട് നേരെ ഗ്രാൻഡ് പേന്റെ റൂമിലോട്ട് പോകും. എന്നിട്ട് വെപ്പൺ എടുത്തിട്ട് വേണം ഒക്കത്തിന് പൂശാന്. നമ്മളേക്കലാണെന്നുണ്ടെങ്കിൽ 3 കല്ലും ഉണ്ട്, നമ്മൾ കല്ല് പറക്കും. അതുകൊണ്ട് ഇപ്പോൾ പേടിക്കാനൊന്നുമില്ല. ഓക്കെ, നമുക്ക് ഇനിയിപ്പോൾ ഈ വെപ്പൺ കീ ഇട്ടിട്ട് തുറക്കാം. ഓക്കെ, നമ്മളെ ഷോർട്ട് ഗണ്ണ് കിട്ടി, എന്നാൽ സ്ലിംഗ് ഷോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്രാൻഡ് പേ ആരച്ചാ വരട്ടെ. ഒക്കത്തിന്റെ തലവണ്ട നിന്ന് അടിച്ച് പിടിച്ചിട്ട് കാര്യമുള്ളൂ. ഗ്രാൻഡ് പേന്റെ ആ മൊട്ടത്തലക്ക് തന്നെ കൊടുക്കണം. എവിടെ ഇപ്പം ആരും കാണാനല്ല. ഇതാണ് ഇതിത്തെ പ്രശ്നം. നമ്മളെന്തേലും ഒരു വെപ്പൺ എടുത്താൽ അപ്പം ആരെയും കാണൂല, ഒക്കെ പേടിച്ചോടും കൈസ്. അതാണ് പ്രശ്നം. നമുക്ക് ഇതിന്റെ മേലെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാക്കാം. എന്നിട്ട് ആരെല്ലാം വരണച്ചാൽ അവരെ ഫസ്റ്റ് തന്നെ അടിച്ചു വിടാം. ഓക്കെ, നമ്മളെ ഗ്രാണി വന്നിട്ടുണ്ട്. ഓക്കെ, ഗ്രാണിനെ വെടി വെച്ചിട്ടുണ്ട്. അത് ആ ബോധം കിട്ടിയിട്ടില്ല. അതിന്റെ തലമ്മ മൊത്തം സ്റ്റാർ കിടന്ന് കറങ്ങാണ്. ഇപ്പോഴാണ് അതിനെ ബോധം കെടുത്തിയത്. ഓക്കെ, നമ്മളെ ഗ്രാൻഡ് പേ വരുന്നുണ്ട്. അതിനെ മൊട്ട തലമൊക്കെ എന്നിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഷോർട്ട് ഗണ്ണാണ്ട് എടുക്കാം. ഗ്രാൻഡ് പേ എന്നോടൊന്നും തോന്നല്ലേ, ഞാൻ ആ ഷോർട്ട് ഗണ്ണാണ്ട് എടുക്കുന്നുണ്ട്. ആളെ ഏമൊക്കെ റിലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ റൂമിലോട്ട് പോയേക്കാം. ഇത് എന്ത് കഷ്ടമാണ്. ഇതിനുള്ളിലോട്ട് കടക്കാൻ പറ്റുന്നില്ല. ഇവർ രണ്ടാളും ഇവിടെ തന്നെ കിടന്നിട്ട് മനുഷ്യനെ ഭ്രാന്താക്കാൻ വേണ്ടിയിട്ട്. ഇതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാണാവോ? കോയിന് കിട്ടിയിട്ടുണ്ട്. മറ്റേ ട്രെയിൻ എസ്കേപ്പ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. ഷോർട്ട് ഗൺ അവിടെ ഇരിക്കട്ടെ ഗൈസ്. ഗ്രാൻഡ് പേന്റെ കയ്യിൽ കിട്ടാൻ പാടില്ല, ചങ്ങായിയെ എടുത്തു കൊണ്ടുപോകും. അജ്ജാതി സൈക്കോണ്. ഓക്കെ, നമ്മളെ കോയിൻ എന്തായാലും ഇവിടെ ഇരിക്കട്ടെ. ട്രെയിൻ എസ്കേപ്പ് ചെയ്യുമ്പോൾ ഉപകാരപ്പെടും. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല ഗൈസ്. നമുക്ക് മേലെ പോയിട്ട് ആ ഷോർട്ട് ഗൺ എടുക്കുക. ചിലപ്പോൾ പറയാൻ പറ്റില്ല, ഈ 2 എപ്പോൾ വേണമെങ്കിലും സ്പോണായി വരും. അപ്പോൾ 2 ഒന്നും കൂടി ഇറക്കണം. എവിടെയാണ് ഗൈസ്? ഇവിടെ ഉണ്ടല്ലേ ഞാൻ ഇട്ടത്, അതാ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത് വേഗം കൈ പിടിക്കുക, അല്ലെങ്കിൽ എപ്പോൾ വേണമെങ്കിലും 2 കൂടി അറ്റാക്ക് ചെയ്യാൻ വരും നമ്മളെ. ഇവർ മയങ്ങി എണീച്ചിട്ടില്ലെന്ന് തോന്നുന്നു. ഗ്രാൻഡ് പേന്റെ റൂമിൽ ആരെ കാണാനൊന്നുമില്ല. നമുക്കിത് തുറന്നു നോക്കാം. അതിനുള്ളിലൊന്നും ഇല്ല അല്ലേ? അതിൻ്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. ഇവന്മാർ ഇങ്ങനത്തേലൊന്നും വെക്കില്ല. ഓക്കെ, ഇതിനുള്ളിൽ ഞാൻ നോക്കിയിട്ടില്ല. ഇതിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാണാവോ? ഇതിൻ്റെ ഉള്ളിലൊന്നുമില്ല. ഇവന്മാർ പറ്റിക്കണ്. ഇവർ ഇതിൻ്റെ ഉള്ളിലൊന്നും കൊണ്ടുവച്ചിട്ടില്ല.
ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടാണാവോ? ഇവിടെയൊക്കെ നമ്മൾ നോക്കിയതാണില്ലേ ഓൾറെഡി. ഓക്കെ, ഇതിൻ്റെ പുറത്ത് എന്തായാലും ഈ ഒരു ഷോട്ട് ഗൺ ഇരിക്കട്ടെ. പക്ഷെ ഇതെന്തപ്പോൾ ഇത് സ്ലെൻഡറിനെ ഇടക്കിടക്ക് പേടിപ്പിക്കാൻ വരുന്നുണ്ട് കേട്ടോ. അതിന് ആ പാവ കൊടുത്ത സമാധാനം ആയിക്കോളും. ആ ടെഡീനെ എങ്ങനെയും എടുത്തു കൊടുക്കണം. ഞാൻ ഈ സംഭവമാണ് ഗൈസ് പറഞ്ഞത്. ഈ തേങ്ങ എടുത്തിട്ട് പൊളിക്കണ സംഭവമാണ്. ഇവരുടെ നാട്ടിലെ തേങ്ങ പൊളിക്കണ സംഭവം ഇതാന്നാ തോന്നണേ. ഈ ലിവർ പിടിച്ചങ്ങോട്ട് ആക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താണാവോ കിട്ടുക? ഓ, പാഡ്ലോക്കി. ഇതിപ്പോൾ ആവശ്യമില്ല നമുക്ക് ആ തിരിച്ചാ ഗണ്ണ തന്നെ കൈ പിടിക്കാം. ഓക്കെ, നമ്മൾ ഈ കാറിൻ്റെ ഡിക്കിയിൽ ചെക്ക് ചെയ്തിട്ടില്ല. ഇതിനുള്ളിൽ തേങ്ങയുടെ മൂടുണ്ട് ഇതിനുള്ളിൽ. ഇവർ നമ്മളെ പറ്റിക്കാണ് കേസ്. ഇവർ മനഃപൂർവ്വം നമ്മളെ പറ്റിക്കാണ്. ഓക്കെ, നമ്മളെ ഗ്രാൻഡ് പാനും ഒന്നും കൂടി തട്ടി വിടണം. ടൈം ആയിട്ടുണ്ട്. അവർ രണ്ടാളും ഇപ്പൊ സ്പോൺ ആയിട്ടുണ്ടാവും. എവിടെ രണ്ടെണ്ണോ? ഗൈസ്, രണ്ടെണ്ണം കൂടി ഒപ്പം വരുന്നു. ഓക്കെ, ഒരു ബുള്ളറ്റ് കൊണ്ട് രണ്ടും തീരുമില്ല. ഗ്രാനിനെ കൂടി വെടി വെച്ചിട്ടുണ്ട്. രണ്ടെണ്ണത്തിന് തീർത്തിട്ടുണ്ട്. രണ്ടോടെ വെട്ടിയിട്ട് വാഴ്ത്താണ്ട് പോലെ എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് ഗണ്ണ് റീലോഡ് ചെയ്യാം. ഒരാമോ കിട്ടിയിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടി കിട്ടണം. എന്നാലേ വീണ്ടും ഈ രണ്ടെണ്ണത്തിനെ തട്ടാൻ പറ്റുള്ളൂ. ഗൈസ്, ഈ വീടിന്റെ ഏറ്റവും മേലുള്ള ഒരു കാക്കണ്ടല്ലോ, അതിന്റെ അടുത്ത് എന്താണാവോ ഉള്ളത്? നമുക്കൊന്ന് പോയി നോക്കി നോക്കാം. അതെന്തായാലും ആ സാധനം ഇപ്പം തരില്ല ഗൈസ്. നമുക്ക് കുറച്ച് പരിപാടികളുണ്ടെങ്കിൽ തരണമെന്നുണ്ടെങ്കിൽ. എന്താണ്? ഓ, മറ്റേ ട്രെയിൻ എസ്കേപ്പ് ചെയ്യാനുള്ള സംഭവമാണ്. അവിടെയുള്ള എന്താണ് അതിൻ്റെ പേര്? ആ ലിവർ. ട്രെയിൻ എസ്കേപ്പ് ചെയ്യാനുള്ള സംഭവങ്ങൾ കിട്ടുന്നുണ്ട്. നമുക്ക് മിക്കവാറും ട്രെയിൻ എസ്കേപ്പ് ചെയ്യേണ്ടി വരും. ഞാൻ എങ്ങനെയാലും ഈ വുഡ് ഒന്ന് ഇവിടുന്ന് എടുക്കട്ടെ ഗൈസ്. ഓക്കെ, നമ്മൾ ഈ വുഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കൊണ്ടുപോയിടാം. ഇതാ കാക്ക ഇരിക്കുന്ന ഒരു ചിമ്മണിക്കൂടാണ് ഗൈസ്. അതിൻ്റെ ഉള്ളിൽ കത്തിച്ചാൽ ആ കാക്ക അവിടെ നിന്ന് അടിച്ചു പോകും. പക്ഷെ ഇത് കത്തിക്കാൻ നമ്മളൊക്കെ മറ്റേ ഇതില്ല ഗൈസ്, ആ ഒരു തീപ്പെട്ടി ഉണ്ടല്ലോ, ലൈറ്റർ ഇല്ലേ നമ്മളെ കയ്യിൽ. അത് എവിടെ ഇരിക്കണെന്ന് അറിയില്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാണാവോ? ഓക്കെ, നമുക്ക് ഈ ഗണ്ണായിട്ടൊരു പരിപാടി ഉണ്ട്. നമ്മളാ ട്രെയിനിൻ്റെ അവിടെ ഉള്ള ഒരു ഇതുണ്ടല്ലോ, ഗ്ലാസ് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറണം. ഓക്കെ, നമുക്കിത് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കയറാം. ഇതിനുള്ളിൽ ക്രോബാർ ഉണ്ട്. ഓ, ഗേറ്റ് എസ്കേപ്പ് ചെയ്യാനുള്ള സംഭവം കിട്ടിയിട്ടുണ്ട്. എന്താ ആ ഒരു ബ്രിഡ്ജ് താഴ്ത്തണ ആ വീലുണ്ട്. ഇവിടെ ഒന്നുമില്ല. നമുക്ക് എന്തായാലും ഈ ഒരു ക്രോബാർ എടുത്തിട്ട് അവിടെയുള്ള ആ പെട്ടികളൊക്കെ ഒന്ന് തുറന്നു നോക്കാം. ഓക്കെ, നമുക്ക് തുറന്നു നോക്കാം. ഓ, മറ്റേ തീപ്പെട്ടി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ കാക്കനെ അവിടെ നിന്ന് എങ്ങനെയാണ് ഓടിക്കുക ഗൈസ്. ഇനി ആ കാക്ക അതവിടെ സ്മോക്ക് വന്നപ്പോൾ എണിച്ച് പോയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഒരു ലിവർ എടുത്തിട്ട് ആ ട്രെയിൻ എസ്കേപ്പ് ചെയ്യണ ആ സ്ഥലത്ത് കൊണ്ടുപോയിടാം. നമുക്ക് ഗൈസ് ഈ ക്രോബാറായിട്ട് ഈ ഒരു പെട്ടി കൂടി നമുക്ക് തുറന്നു നോക്കാം. ഓക്കെ, ആക്സലറേറ്റർ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ട്രെയിൻ എസ്കേപ്പ് ചെയ്യാനുള്ള ഒരുവിധ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ഇന്ന് ട്രെയിൻ എസ്കേപ്പ് തന്നെ ചെയ്യാൻ. ഇതെന്തായാലും നമുക്ക് ആ ട്രെയിനുള്ള സ്ഥലത്ത് കൊണ്ടുപോയിടാം ഈ ഒരു ആക്സലറേറ്റർ. ആ മോനെ, നീ എവിടെ ഇരുന്ന് നിന്നാ പിടിച്ചോ? അല്ല, പിന്നെ കുറെ നേരമായോ എൻ്റെ ICU. ഓക്കെ, ഗ്രാൻഡ് പാനെ നമ്മൾ തട്ടിയിട്ടുണ്ട്. ഇല്ല, ഈ നായ സ്ലണ്ടറീന എന്ത് കഷ്ടമാണ് ഗൈസ് ഇതിനെ കൊണ്ട്. നമുക്ക് അടിയിൽ പോയിട്ടേ ഇവിടെ ഈ ടെഡി ഉണ്ട്, ഇതെടുത്തിട്ടേ ആ സ്ലണ്ടറിനൊക്കെ കൊടുക്കുക. അല്ലെങ്കിൽ ശരിയാവില്ല. ഇത് ഇന്നെ പേടിപ്പിച്ചോണ്ടേ ഇരിക്കും. എന്തായാലും ഇത് മേലെ കൊണ്ടുപോയിട്ട് കൊടുത്താൽ അതിൻ്റെ ശല്യണ്ട് പോയിക്കോളും. എവിടെ സ്ലണ്ടറിനയുടെ ഈ പാവക്കുട്ടി ഇടുന്ന സ്ഥലം എവിടെ ഉണ്ടല്ലേ? ഓക്കെ, എവിടെയാണ് തോന്നണേ? അവിടെ തന്നെ. ഇനി ഇതാ ഒരു ഇതിനുള്ളിൽ കൊണ്ടുപോയിടാം ഈ കുട്ടികളൊക്കെ ഉറക്കണ സ്ഥലത്ത്. ഓക്കെ, സിലിണ്ടറിനെ ഓക്കെ, സിലിണ്ടറിനയുടെ അടുത്ത് തന്നെ നിൽക്കുക. എന്തേലും തരുന്നേ നോക്കാം. സിലിണ്ടറിനെ എന്താ തരുന്നത്? എന്താ പല്ല് വെച്ചിട്ടില്ലല്ലേ? നല്ല മണമുണ്ട്. ഓക്കെ, അതെന്താ സേഫ് കീ കിട്ടിയിട്ടുണ്ട്. ഇനി സേഫ് പോയി തുറന്നു നോക്കാം. സേഫ് പിന്നുള്ളത് ഗ്രാനിയുടെ ബാത്റൂമിലാണ്. അവിടെ ഒരു തൂണുണ്ട്, അതിൻ്റെ പിന്നിലാണ്. ഇതാ ഇവിടെയാണ്. ഓക്കെ, നമുക്ക് ഇനി സേഫ് ഒന്ന് തുറന്നു നോക്കാം. അതിനുള്ളിൽ എന്താണാവോ കിട്ടുക? ഓ, ഷെഡിൻ്റെ ഉള്ളിൽ ഇനി എന്താണാവോ ഉള്ളത്? നമുക്ക് എന്തായാലും ഷെഡൊന്ന് പോയി തുറന്നു നോക്കാം. എവിടെ ഗൈസ്? ഗ്രാനിനെ കാണാനല്ലേ? ഞാൻ ഗ്രാൻഡ് പാനെ തട്ടിയിട്ടിട്ടുണ്ട്. ഇത് അവിടെ കിടക്കുന്നുണ്ട്. ആളെ കിളി പോയിരിക്കണ്. ഗ്രാണി എവിടെ? ഗ്രാണീനെ കണ്ടാലേ ഇനി ഗ്രാണീനെയും കൂടി തട്ടിയാലേ ഒരു സമാധാനമുള്ളൂ. അതാ വരുന്നുണ്ട് തള്ള. മോളെ എവിടെ ഇരുന്ന് നിന്നാ പിടിച്ച ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടാ. അവിടെ കെടുക്ക്. രണ്ടെണ്ണം ഞാൻ അവിടെ കുറച്ചേരം കെടുക്ക്. അല്ല, പിന്നെ നേരം എന്നെ പിടിക്കാൻ വന്നാൽ ശരിയാവൂല. അത് ചീറ്റിംഗ് ആണ്. ഓക്കെ, നമുക്ക് ഈ ലിവർ എടുത്തിട്ട് എന്തായാലേ ആ ട്രെയിൻ എസ്കേപ്പ് ചെയ്യുന്ന ആ സ്ഥലത്ത് കൊണ്ടുപോയിടാം. അല്ലെങ്കിൽ ഞാൻ ലാസ്റ്റ് ടൈമിൽ ഇതേട്ടം കാണാനില്ല എന്നും പറഞ്ഞിട്ട് ഇനി ഇത് തിരഞ്ഞ് നടക്കേണ്ടി വരും. ഗൈസ്, ട്രെയിൻ എസ്കേപ്പ് ചെയ്യാളെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ട്രെയിൻ കീ മാത്രം കിട്ടിയിട്ടില്ല. ഇനി അത് ഏത് വയലാണോ പോയി കിടക്കണത്? ഓക്കെ, നമുക്ക് ഷെഡൊന്ന് തുറന്നു നോക്കാം. ഇനി ഇതിനുള്ളിൽ ട്രെയിൻ കീ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം ഇതിനുള്ളിൽ ഉണ്ടാണാവോ. ഗൈസ്, ഫൈനലി നമുക്ക് ട്രെയിൻ കീ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ട്രെയിനിൻ്റെ ഓരോരോ സംഭവങ്ങളായിട്ട് സെറ്റാക്കി വെക്കാം. ആദ്യം കൊടുത്തിട്ട് ടിക്കറ്റ് എടുത്തേക്കാം. അല്ലെങ്കിൽ അടിയിൽ പോയാൽ ആ മെഷീന് കിടന്ന് സൗണ്ട് ഉണ്ടാക്കും. ഓക്കെ, ഇവിടെയാണ് നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ടത്. ഇവിടെ കോയിൻ ഇടുക, ഇത് പ്രസ് ചെയ്യുക, ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതെന്തായാലും കയ്യിലിരിക്കട്ടെ. നമുക്ക് ഞാൻ അടുത്ത് എന്ത് എടുത്തിട്ട് വരും, എന്നിട്ട് അവിടെ എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ലിവർ എടുത്ത് പോയിട്ട് അവിടെ സെറ്റ് ചെയ്യാം. അത് നല്ലത്. ബാക്കിയുള്ളതൊക്കെ പിഞ്ഞ എടുക്കാം.
ഇത് വേഗം കണ്ട് കൊണ്ടുപോയി സെറ്റ് ചെയ്തിട്ട് വരാം. നമുക്കെന്തായാലും ഇവിടെ ഈ ലിവർ വെച്ചിട്ട് ഈ 3 ലിവറും കൂടി ഓണാക്കി കൊടുക്കാം. 3 നമ്മൾ ഓണാക്കിയിട്ടുണ്ട്. ഈ മെഷീൻ ഇപ്പോൾ സൗണ്ടൊന്നും ഉണ്ടാക്കണില്ല ഗൈസ്, നമ്മൾ ആ ടിക്കറ്റ് കൊടുത്തില്ലേ. ഇനി നെക്സ്റ്റ് എന്ത് എടുത്തിട്ട് വരാം? ഗ്രാനൈറ്റ് ഉണ്ടോ ഇവിടെ? ഇല്ലല്ലോ, ഇവിടെ ആരെ കാണാനൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ട്രെയിൻ കീ എടുക്കാം, അല്ലെങ്കിൽ ആക്സലറേറ്റർ എടുക്കാം, അത് നല്ലത്. ട്രെയിൻ കീ ലാസ്റ്റ് എടുത്ത് കൊണ്ടുപോവാം. ട്രെയിന് ലാസ്റ്റല്ലേ ഓടിക്കുക. ട്രെയിനിൻ്റെ ഡോറൊക്കെ ആ മെഷീൻ ഓട്ടോമാറ്റിക്കായി ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. ആക്സലറേറ്റർ ഇവിടെ ഇരിക്കട്ടെ. ഗ്രാനി ആ സൗണ്ട് കേട്ട് വരൂ ഗൈസ്. ഞാൻ അവിടെ കൊണ്ട് ഇടുകയും ചെയ്ത് മണ്ടത്തരാണ് കാട്ടിപ്പോയത്. അതാ ഗ്രാനി വരുന്നുണ്ട്. നമുക്ക് ഈ വഴി ചുറ്റി കറങ്ങിയിട്ട് അങ്ങനെ പോയിട്ട് ട്രെയിൻ കീ എടുത്തിട്ട് എസ്കേപ്പ് ആവാം ഗൈസ്. ആ തള്ള പോയിട്ടുണ്ട്. ഈ തള്ളപ്പൊടി എല്ലായിടത്തും ഇത് ഇട്ടിരിക്കണ്. ഈ ഗണി ഇതട്ടെ ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ പണി പാളി. ഇവിടെ കയറി വരണോടത്തൊക്കെ ഇട്ടിരിക്കണ് ഗൈസ്. നമ്മളെങ്ങനെ കയറി വരാനാ? ഓക്കെ, ട്രെയിൻ കീ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇനി നേരെ എസ്കേപ്പ് ആവാം, അത്രേ ഉള്ളൂ. പോണ വഴിക്ക് ആ സംഭവം ചവിട്ടാണ്ട് വേണ്ട. പണി പോളി. ഞാനിത് പറഞ്ഞു വരുന്നതിൻ്റെ ഇതിൽ ശ്രദ്ധിച്ചില്ല. എന്തായാലും ഇപ്പോൾ ഗ്രാനി ഇങ്ങോട്ടേക്ക് വരും. ഇതിപ്പോൾ ചവിട്ടിയായിരുന്നു. എന്തായാലും ഇപ്പോൾ ട്രെയിൻ കീ എല്ലാം സെറ്റാക്കിയിട്ടുണ്ടല്ലോ. നമുക്ക് ഇനി നേരെ എസ്കേപ്പ് ആവാം. നമുക്ക് ഈ ഡോർസൊക്കെ ക്ലോസ് ചെയ്തേക്കാം. ഇനി ആക്സലറേറ്റർ സെറ്റ് ചെയ്യുക, പോവുക, അത്രേ ഉള്ളൂ. ഇത് ഈ ആക്സലറേറ്റർ എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് ട്രെയിൻ കീ കൊണ്ടുപോയി ഫിറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് പോവാം. ഇതെന്താണ് എടുക്കാൻ കിട്ടാത്തത്? ഓക്കെ, ചിലപ്പോൾ ഈ കീ ഡ്രോപ്പ് ചെയ്ത സൗണ്ട് ആയിട്ട് ഗ്രാനി വരാൻ ചാൻസ് ഉണ്ട്. അത് നമുക്ക് വിഷയമല്ല ഗൈസ്. ഗ്രാൻഡ് പേ ആരാച്ചാ വരട്ടെ. ഫൈനലി ഗൈസ്, നമ്മൾ ഗ്രാനി 3 ട്രെയിൻ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. കണ്ട, നമ്മൾ ട്രെയിൻ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിൻ പോവാണ്. ഗ്രാനിയുടെ ട്രെയിൻ എടുത്തിട്ട് നമ്മൾ ഇവിടുന്ന് പോവാണ്. അങ്ങനെ നമ്മൾ ട്രെയിൻ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഇതാ വണ്ടി പോയി എണ്ണാൻ്റെ പോലെ നോക്കിയിരിക്കുന്നുണ്ട്. സ്ലൻഡ്രീനെ സ്ലൻഡ്രീനെ പിന്നെ നമ്മളൊന്നും ചെയ്തില്ല ഗൈസ്. ആ ടെഡി കൊടുത്തോടു കൂടെ ദ എൻഡ് നമ്മളങ്ങനെ ഗ്രാനി 3 ട്രെയിൻ എസ്കേപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വേറെ എസ്കേപ്പ് ഒന്നും ഇല്ല ഗൈസ്, ഗേറ്റ് എസ്കേപ്പ് മാത്രമേ ഉള്ളൂ. നമ്മൾ ഉടൻ തന്നെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. റോഡ് ടു 50 ആണ് നമ്മളെ ഫാമ്. പിന്നെ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് കൂടി അടിച്ചേക്ക്. ലൈക്ക് ടാർഗറ്റ് ഒരു 30 ആണ് വെക്കുന്നത്. അപ്പോൾ അടുത്ത ദിവസം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ബൈ ഗൈസ്.